ഹലോ വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന 2 കിടിലൻ റെസിപ്പീസും കൊണ്ടാണ്. ലെമൺ ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ ഷവർമ പോളയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കന്നൊരു സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ലെമൺ ചിക്കൻ സാൻഡ്വിച്ചിലോട്ടുള്ള ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ചിക്കൻ ഞാനിതാ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്, എല്ലില്ലാത്ത പീസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് സോയ സോസ് ഒഴിച്ചു കൊടുക്കണം. ഒരു 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിനനുസരിച്ച് വേണം സോയ സോസ് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്, ഒരുപാടൊന്നും വേണ്ട. ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇതിലോട്ട് ഒരു മുട്ടയുടെ വെള്ള മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉണ്ണിപ്പെടാണ്ട് വെള്ള മാത്രം ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഈ ലെമൺ ചിക്കൻ ഉണ്ടാക്കുമ്പം ആദ്യത്തെ മാരിനേഷൻ ഒരു ലൈറ്റ് മാരിനേഷൻ മതി. അതായത് അതിൽ ഒരുപാട് ഉപ്പ് പുളിയൊന്നും ചേർക്കണ്ട, ഇത്ര മാത്രം മതി. മുട്ടയുടെ വെള്ള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് 2 പൗഡേഴ്സ് ചേർക്കാനുണ്ട്. മൈദപ്പൊടിയും അതുപോലെ കോൺഫ്ലോറും രണ്ടും ഒരേ അളവിലെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം മുട്ടയുടെ വെള്ള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വേണം മൈദപ്പൊടിയും കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ 2 ഞാൻ ഒരു കൈയിലോളം എടുത്തിട്ടുണ്ട്, അതായത് 2 ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അത് മിക്സ് ചെയ്ത് നോക്കുമ്പം കുറവുണ്ടെങ്കിൽ 2 ഒരേ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. പിന്നെ ഉപ്പ് കുറച്ച് മാത്രമേ ഇപ്പോൾ ചേർത്തിട്ടുള്ളൂ, ഒരുപാട് ചേർക്കുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സോസിൽ നമ്മളിത് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം ഉപ്പും പുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് നേരം വെക്കണമെന്നൊന്നുമില്ല. ഞാൻ ഉടനെ തന്നെ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. നേരെ ഇല്ല എന്നാണെങ്കിൽ കുറച്ച് നേരമൊക്കെ ഫ്രിഡ്ജിൽ വയ്ക്കുക. അപ്പോൾ നമുക്ക് പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒട്ടും ഓയിലില്ലാണ്ട് ഫ്രൈ ആക്കും ചെയ്യരുത് കേട്ടോ. എന്നിട്ട് എണ്ണ നല്ലോണം ചൂടായ ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ചിക്കൻ ഇതുപോലെ 2 ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം അത്യാവശ്യം ചിക്കൻ ഉണ്ടല്ലോ, കുറച്ച് മാത്രം ഉള്ളെങ്കിൽ ഒരു ബാച്ചായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഫ്രൈ ചെയ്യരുത്, അപ്പം നന്നായിട്ട് കുക്കായി കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ആ കോട്ടിങ് നഷ്ടപ്പെടാണ്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ തന്നെ എടുക്കുക. ഇങ്ങനെയൊക്കെ ചിക്കൻ ഫ്രൈ ആക്കുന്ന സമയത്ത് നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോട്ടിങ് ഈ അലുമിനിയത്തിൻ്റെ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് കോട്ടിങ് പോകുന്നുണ്ടെന്ന്. അപ്പം അലുമിനിയത്തിൻ്റെ ചട്ടിയിലൊക്കെ ആകുമ്പോൾ കോട്ടിങ് ചിലപ്പം ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കുക. പിന്നെ ഇതിലോട്ട് നമുക്ക് ലെമൺ സോസ് ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ വേണം. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും നമ്മൾ ഇറച്ചി കഷ്ണങ്ങൾ മാത്രം എടുത്തില്ല, അപ്പോൾ അതിൻ്റെ എല്ലിൻ്റെ കഷ്ണങ്ങൾ ബാക്കിയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കുകയാണ്. അത് ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. അപ്പം അങ്ങനെ സ്റ്റോക്ക് വാട്ടർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാഗി ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഏതായാലും ഉള്ളതുകൊണ്ട് മാത്രമാണ് അതങ്ങനെ വേവിക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ബാച്ച് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇറച്ചി കഷ്ണങ്ങൾ എടുത്താൽ ബാക്കിയുള്ള എല്ല് പീസ് ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏലക്ക, ഗ്രാമ്പൂ, പട്ട, കുരുമുളക്, ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ആ വെള്ളം ഊറ്റിയെടുക്കുക. അതാണ് നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ചിക്കൻ സ്റ്റോക്ക്. പിന്നെ നമുക്കിതിലോട്ട് ലെമൺ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ചിക്കൻ സ്റ്റോക്കും നമുക്ക് ലെമൺ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലെമൺ സോസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് നാരങ്ങയുടെ തൊലി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തത് വേണം. കുറച്ച് മാത്രം മതി കേട്ടോ, അത് അത്ര എടുത്തിട്ടുള്ളൂ. അത് ആ വൈറ്റ് പാർട്ട് പെടാണ്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം കേട്ടോ. വൈറ്റ് പാർട്ട് പെട്ടാൽ ഭയങ്കര ഒരു കയ്പ്പ് രസം വരും. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് എടുത്തിട്ടുണ്ട്, അത് പുളിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂണ് കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങളടുത്തിപ്പം ഈ സ്റ്റോക്ക് വാട്ടർ ഇല്ല എന്നാണെങ്കിൽ അതിന് പകരം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ സ്റ്റോക്ക് വാട്ടർ ഉള്ളതുകൊണ്ട് അതിങ്ങനെ ഊറ്റിയെടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് മാഗി ചിക്കൻ സ്റ്റോക്കാണ്. അത് ഞാൻ ചെറിയൊരു പീസ് ചേർക്കുന്നുള്ളൂ. ഓൾറെഡി നമ്മൾ ചിക്കൻ സ്റ്റോക്ക് വീട്ടിലുണ്ടാക്കിയ ചേർത്തല്ലോ, അപ്പോൾ പിന്നെ അധികം ചേർക്കുന്നില്ല. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ചിക്കൻ സ്റ്റോക്ക് ഇത് ഞാൻ ചെറിയൊരു പീസ് മാത്രമേ ചേർക്കുന്നുള്ളൂ, അത് ഓപ്ഷണലാണ്. നമ്മൾ വീട്ടിലിപ്പം സ്റ്റോക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒന്നുകൂടെ ഫ്ലേവർഫുൾ ആവാൻ വേണ്ടി ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ അഥവാ നിങ്ങൾ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാക്കുന്നില്ല എന്നാണെങ്കിൽ ഇത് വലിയൊരു പീസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ചിക്കൻ ക്യൂബ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണയിൽ നിന്ന് കുറച്ചൊന്ന് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മാത്രം മതി കേട്ടോ, ഒരുപാട് ഒഴിക്കരുത്. എന്നിട്ട് നമ്മളിപ്പം ഈ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സോസ്
അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കട്ടകളൊക്കെ ഉണ്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഏത് നമ്മുടെ ചിക്കൻ സ്റ്റോക്കിൻ്റെ കട്ടകൾ ഉണ്ടായാലും കുഴപ്പമില്ല, അത് പെട്ടെന്ന് കുക്കായിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ ലെമൺ സോസ് ഇതാ ഏകദേശം റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ചിക്കൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര തിക്കായി പോകും. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കോൺഫ്ലോർ ചേർക്കുന്ന സമയത്ത് ഒരുപാടൊന്നും ചേർക്കരുത് കേട്ടോ. 1 ടീസ്പൂൺ മാത്രമാണ് ഇത്രയും ഇതിൽ ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കട്ടിയായി പോകും. പിന്നെ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അത് കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സോസ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു 1-2 ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോസിലോട്ട് പഞ്ചസാര ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ലെമൺ സോസ് തയ്യാറാക്കിയ സമയത്ത് തന്നെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ഒരു ഫൈനൽ സ്റ്റേജിൽ ഇതുപോലെ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ലെമൺ ചിക്കൻ നമ്മൾ ചിക്കൻ ചില്ലിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ദോശയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാൻ കാരണം. ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം കേട്ടോ. ദോശ, ചപ്പാത്തി, പത്തിരിയൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണത്. നല്ല ഉപ്പ്, പുളി, മധുരം എല്ലാം കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ലെമണിൻ്റെ ടേസ്റ്റ് വരുമ്പം പ്രത്യേകിച്ച് ഈ ഒരു ചിക്കൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉപ്പ്, പുളി എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിലും മധുരമൊക്കെ കുറവുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു പാകത്തിനാണ് വെച്ചിട്ടുള്ളത്. നമ്മൾ സാൻഡ്വിച്ചിനകത്തല്ലേ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് ഡ്രൈ ആക്കി എടുക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ ലെമൺ ചിക്കൻ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇഫ്താറിൻ്റെ സമയത്ത് ഞാനിത് റോൾ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ലെമൺ ചിക്കൻ അവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് പൊറോട്ടൻ്റെ അകത്ത് റോൾ ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഈ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ റോൾ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ആദ്യം മയനൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിലാണ് നമ്മളിപ്പം ഈ ഒരു ലെമൺ ചിക്കൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരു സാൻഡ്വിച്ച് പോലെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊന്നും വേണ്ടാത്തവർക്ക് സിമ്പിളായിട്ട് പൊറോട്ടേൻ്റെ അകത്തോ അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ അകത്തോ ഈ ഒരു ലെമൺ ചിക്കന് നമ്മളിപ്പോൾ റെഡിയാക്കിയത് വെച്ച് കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് കക്കരിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ ചിക്കൻ നമുക്ക് സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് സമൂനേൻ്റെ അകത്ത് ഇതുപോലെ വെച്ചിട്ടായിരിക്കും, ലെറ്റൂസൊക്കെ വെച്ചിട്ടായിരിക്കും കിട്ടുന്നത്. ഞാൻ അതിൻ്റെ റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം രീതിയിൽ തന്നെ ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇവിടെ പൊറോട്ടൻ്റെ അകത്താണ് ഇത് ഫില്ല് ചെയ്തിട്ടുള്ളത്. അത്രയേ ഉള്ളൂ ഡിഫറൻസ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡിൻ്റെ അകത്തും വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ അകത്ത് വെച്ച് കൊടുക്കുമ്പോൾ ചിക്കൻ ചെറുതായിട്ടൊന്നും കൂടെ കട്ട് ചെയ്തിട്ട് വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എല്ലാം കൂടി വെച്ച് കൊടുക്കുമ്പം ബ്രെഡ് അങ്ങോട്ട് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ്. പൊറോട്ട, അതുപോലെ സമൂന അല്ലെങ്കിൽ ബർഗർ ബണ്ണ്, അതിനകത്തൊക്കെ ഇത് ഓക്കെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലെമൺ ചിക്കൻ സാൻഡ്വിച്ച്. നല്ല ടേസ്റ്റാണ് ഇത് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പൊറോട്ടയുടെ കൂടെയാണ് ഇത് നല്ലൊരു കോമ്പിനേഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മെയിൻ കോഴ്സായിട്ട് ഉണ്ടാക്കാം. അതായത് ലെമൺ ചിക്കൻ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് പൊറോട്ടയുടെ കൂടെ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നോമ്പ് തുറന്ന ശേഷം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാനൊരു റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. നോമ്പിന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പി, അതും കൂടി കണ്ടു നോക്കാം കേട്ടോ. അപ്പം ഇനി അടുത്തായിട്ട് നമുക്ക് ഷവർമ്മ പോള എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഷവർമ്മ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഷവർമ്മ പോളയാണ്. അപ്പോൾ അതിനായിട്ട് വലിയ ജീരകം, ചെറിയ ജീരകം, ഏലക്ക, ഗ്രാമ്പൂ, കുരുമുളക്, വെളുത്തുള്ളി, 1 ടീസ്പൂണ് തൈര്, ഇതെല്ലാം കൂടി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം ഒന്ന് പേസ്റ്റ് വരത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മാത്രം ചിക്കൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണത് കേട്ടോ. അപ്പോൾ അതാ ഇത്രയും ചിക്കൻ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ചിക്കൻ ചെറിയ പീസാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് കേട്ടോ. എല്ലില്ലാത്ത ഇറച്ചി പീസ് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമ്മുടെ ഈ ഒരു മാരിനേഷനിൽ നന്നായിട്ട് ഇത് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ പുറത്ത് വെച്ച ശേഷം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച ശേഷം വേണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ. എന്നാലേ നല്ലോണം മസാലയൊക്കെ പിടിക്കുള്ളൂ ചിക്കനിൽ. ഇനി നമുക്ക് പാന് ചൂടാക്കിയിട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഷവർമ്മ സമൂസയുടെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ഇതിലോട്ടുള്ള ഫില്ലിങ് റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണയിൽ നല്ല ഹൈ ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലേ ആ ചിക്കനിൽ വെള്ളമൊന്നും പുറത്തേക്ക് ഇറങ്ങി വരാണ്ടിരിക്കുകയുള്ളൂ. നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ ഷവർമ്മ പോള ഉണ്ടാക്കാനുള്ള ഒരു മുട്ടയുടെ മിക്സ്ചർ റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് ഞാനൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്.
ഇനി ഇതിലോട്ട് ഒരു നുള്ളു ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടയുടെ മിക്സ്ചർ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ അവിടെ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ കുക്കാക്കി എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ മുട്ടയുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലാണ് നമ്മളിപ്പം ബ്രെഡ് മുക്കിയെടുത്തിട്ട് അതിലാണ് നമ്മളിപ്പം ആ ഒരു കേക്ക് പോലെ ആക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സറിലോട്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ എടുക്കുന്നത്. അപ്പം പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നമ്മൾ മുട്ടയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈ ആക്കിയതിലോട്ട് നമ്മൾ കുറച്ച് സവോള, ക്യാരറ്റ്, ക്യാബേജ് ഇത് മൂന്നും കൂടി ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം കനം കുറച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ സാധാരണ ഷവർമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മിക്സ് നമ്മൾ ചൂടാക്കാറില്ല. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഫില്ലിംഗ് ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നാണ്ട് കുക്കായിക്കോട്ടെ കേട്ടോ. ചിക്കനും സവോളയും അതുപോലെ ക്യാരറ്റും ക്യാബേജൊക്കെ ഒന്നുകൊണ്ട് കുക്കായിക്കോട്ടെ. ഇനി നമുക്കിതിലോട്ട് വേറൊരു സംഭവം കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ ഷവർമ സോസ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് മയനൈസ്, തൈര്, വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്നുകൊണ്ട് പേസ്റ്റ് ആക്കി എടുക്കുക. അത് നമുക്ക് ഈ ഒരു ചിക്കൻ്റെ മിക്സിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൊണ്ട് ചൂടാക്കിയാൽ മതി. ഒരുപാട് ചൂടാക്കരുത് കേട്ടോ. മൈനേസ് ചേർത്തിട്ട് ഒന്നുകൊണ്ട് ചൂടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഷവർമ പോളെ ആക്കി എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കേടാവാണ്ടിരിക്കാനാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഷവർമ പോളയിലേക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ചിക്കൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ചിക്കൻ്റെ മിക്സ് കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് തയ്യാറാക്കുന്നത് ആ ഒരു പാത്രം ഒന്നുണ്ട് ചൂടാക്കി എടുക്കണം. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് തയ്യാറാക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഇത് പോള പോലെ അല്ലെങ്കിൽ കേക്ക് പോലെ ആക്കുന്നത് ബ്രെഡ് വെച്ചിട്ടാണ്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് അതിങ്ങനെ മാറ്റി വയ്ക്കും. ഒരു 10-12 ബ്രെഡെങ്കിലും വേണ്ടി വരും വലിയ ബ്രെഡാണെങ്കിൽ. ഇനി നമുക്ക് ചൂടാക്കിയ പാന് ഒന്ന് ഗ്രീസ് ചെയ്ത ശേഷം നെയ്യ് കൊണ്ട് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ബ്രെഡ് ഇതുപോലെ ഈ മുട്ടയുടെ മിക്സിൽ നന്നായിട്ട് മുക്കിയെടുത്ത ശേഷം ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഒരു എന്താ പറയുക, സൈഡിൽ നിന്ന് വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാണുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്താ പറയേണ്ടത് എനിക്കറിയില്ല. അതുപോലെ വെച്ച് കൊടുക്കുക. ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു കേക്ക് പരുവത്തിൽ കിട്ടും. ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഷവർമ പോളയിലേക്കുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ പാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ മുട്ടൊക്കെ വേണ്ടി വരും. ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അധികം എണ്ണൊന്നും യൂസ് ചെയ്യാണ്ട് ഫ്രൈ ആക്കാത്തൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, സിമ്പിളാണ്. കുറേ പേർക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പോളയാണിത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബ്രെഡ് മുട്ടയുടെ മിക്സിയിൽ മുക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിലപ്പം ചില സൈഡിൽ നമുക്ക് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. മുട്ടയുടെ മിക്സ് ഒന്ന് മുകളിൽ ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് സ്മൂത്ത് ചെയ്താൽ മതി. മുകൾ ഭാഗം ഒന്ന് നല്ല രീതിയിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങോട്ട് സ്മൂത്താക്കി കൊടുത്താൽ മതി. ബ്രെഡാണെന്ന് തോന്നരുത് നമ്മളിത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ലൊരു കേക്ക് പോലെ ആയി കിട്ടും. അതിന് മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മളിതുപോലെ ഗാർണിഷിങ്ങിനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ സ്റ്റിക്ക് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെറിയ ഫ്ലെയിമിലൊന്ന് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുക. കാരണം ബ്രെഡാണ്, അധികം കുക്കാക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ചുകൂടെ മുട്ടയുടെ മിക്സ് അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ മുകൾ ഭാഗം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുക കേട്ടോ. കാരണം ഇത് ബ്രെഡാണ്, പെട്ടെന്ന് ഇത് കളറ് മാറിപ്പോവും. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് വേറൊരു പാനിലോട്ട് മാറ്റണം. അപ്പം വേറൊരു പാന് ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് വേണം, നെയ്യ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഒന്നുകൂടെ ചെറിയ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പുറത്തെ ഭാഗം ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ശരിക്കും ഒരു കേക്ക് പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതുപോലത്തെ സ്നാക്സൊക്കെ നമുക്ക് ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. കാരണം ഒരുപാട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ സ്നാക്കാണ്. മാവ് കുഴയ്ക്കേണ്ട, പരത്തേണ്ട ഒന്നും ആവശ്യമില്ല. നല്ല സിമ്പിളായിട്ട് വലിയ പാത്രത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് എല്ലാ പണിയും കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഷവർമയുടെ ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ 2 റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കുക. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.